മലയാള മനോരമ ആദ്യം പുറത്തുവിട്ട കണക്കുകൾ, അതിനുശേഷം മാതൃഭൂമി പുറത്തുവിട്ട കണക്കുകൾ, എല്ലാവരുടെ മുന്നിലും ഉണ്ടാകും ആ കണക്കുകൾ. UDF 80, LDF 58, 2 എന്ന മനോരമയുടെ കണക്ക്. 2 എന്നത് BJPക്ക് ലഭിക്കുന്ന സീറ്റുകളാണ്. അതുപോലെ മാതൃഭൂമി പുറത്തുവിട്ട കണക്കുകൾ 79 UDF, 59 LDF, 2 BJP എന്ന് വെച്ചാൽ NDA. ഈ കണക്കുകൾ പ്രേക്ഷകരുടെ മുന്നിലുണ്ടാകും. അപ്പോൾ LDFന് നിലവിൽ 98 സിറ്റിംഗ് സീറ്റുകളുണ്ട്. നിയമസഭാ മണ്ഡലങ്ങളിൽ 98 എണ്ണത്തിൽ LDF ആണ് ഇപ്പോൾ ഉള്ളത്. LDFിൻ്റെ കൈവശമാണ് ഉള്ളത് 98 സീറ്റുകൾ, 98 സിറ്റിംഗ് സീറ്റുകൾ. ഇതിൽ ഏതൊക്കെയാണ് ലീഡ് നഷ്ടപ്പെട്ടത്, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്? ഏകദേശം 40-41 സീറ്റുകളുണ്ട്. ആ 41 സീറ്റുകൾ ഏതൊക്കെയാണ് എന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരേയൊരു സീറ്റ്, അത് ഉദുമയാണ് LDFിൻ്റെ കയ്യിലുള്ള സീറ്റ് നഷ്ടപ്പെട്ടത്. കണ്ണൂർ ജില്ലയിൽ അഴീക്കോട്, കണ്ണൂർ എന്നീ 2 സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ അഴീക്കോട് സംശയത്തിൻ്റെ നിഴലിലാണ്. കാരണം കണക്ക് കൂട്ടിയതിൽ പിശകുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അഴീക്കോടും കണ്ണൂരുമാണ് ഇത്തവണ ലീഡ് നേടിയ 2 സീറ്റുകൾ. LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അതിൽ UDF ലീഡ് നേടിയിട്ടുണ്ട്. വയനാട് മാനന്തവാടി മന്ത്രി OR കേളുവിൻ്റെ മണ്ഡലമാണ്. 10,901 വോട്ടിൻ്റെ ലീഡാണ് ഉള്ളത് UDFന് എന്നോർക്കണം. ചെറിയ ലീഡല്ല മാനന്തവാടി. കോഴിക്കോട് ജില്ലയാണ് ഇത്തവണ വലിയ നഷ്ടം LDFന് സംഭവിച്ചത്. അതിൽ കുറ്റ്യാടി, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, തിരുവമ്പാടി, കുന്നമംഗലം, കോഴിക്കോട് സൗത്ത് എന്നിങ്ങനെ 7 സീറ്റുകൾ LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ UDFിൻ്റെതായി മാറിയിട്ടുണ്ട്. ഈ 7 സീറ്റുകളിൽ UDFനാണ് ഇപ്പോൾ ലീഡ്. മലപ്പുറം ജില്ലയിൽ ആകെയുള്ള 16 സീറ്റ്. ആ 16ഉം ഇത്തവണ UDFനോടൊപ്പമാണ്. LDFിൻ്റെ കയ്യിലുണ്ടായിരുന്ന തവനൂരും പൊന്നാനിയും UDF ലീഡ് നേടിയിട്ടുണ്ട്. അതിൽ പൊന്നാനിയിലെ ലീഡ് 500 വോട്ടിന് താഴെ മാത്രമാണ് എന്നതാണ് ആകെയുള്ള ആശ്വാസം. പാലക്കാട് മണ്ഡലത്തിൽ മലമ്പുഴ, പട്ടാമ്പി, തൃത്താല ഈ 3 മണ്ഡലങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തൃത്താല എന്നത് മന്ത്രി MP രാജേഷിൻ്റെ മണ്ഡലം കൂടിയാണ് എന്നോർക്കുക. മലമ്പുഴ, പട്ടാമ്പി, തൃത്താല. തൃശ്ശൂർ ജില്ല LDFനോടൊപ്പമാണ് നിന്നത്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം മാത്രമാണ് LDFിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ UDFന് കഴിഞ്ഞത്. തൃശ്ശൂരിൽ 1 സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത് LDFന്. എറണാകുളം ജില്ലയിലാണ് മറ്റൊരു വൻ തിരിച്ചടി നേരിട്ടത്. 10 സീറ്റുകളാണ് ആകെയുള്ളത്. 10ഉം ഇത്തവണ UDF ലീഡ് നേടിയിട്ടുണ്ട്. കളമശ്ശേരി, വൈപ്പിൻ, കുന്നത്തുനാട്, കോതമംഗലം എന്നീ LDF സീറ്റുകൾ പിടിച്ചെടുത്തു UDF എന്ന് പറയാം. ഇടുക്കി ജില്ലയിൽ ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരിമേട് ഈ 4 സീറ്റുകൾ ഇത്തവണ LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലീഡ് UDFനായിട്ടുണ്ട് LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ. കോട്ടയം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ 3 മണ്ഡലങ്ങൾ LDFിൻ്റെ സിറ്റിംഗ് സീറ്റിൽ UDF ലീഡ് നേടിയ മണ്ഡലങ്ങൾ. ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ. ആലപ്പുഴ ജില്ലയിൽ അരൂർ മണ്ഡലത്തിൽ മാത്രമാണ് LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ അരൂരിൽ മാത്രമാണ് ലീഡ് നേടാൻ UDFന് കഴിഞ്ഞത്. അതും 525 വോട്ടിൻ്റെ ലീഡ് മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ജില്ല സമ്പൂർണ്ണമായും LDFനോടൊപ്പം നിന്നു എന്ന് പറയാം. അതിനുശേഷം പത്തനംതിട്ട ജില്ലയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി LDF നല്ല മുന്നേറ്റമുണ്ടാക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. പക്ഷേ പത്തനംതിട്ടയിൽ ഇത്തവണ LDF പുറകോട്ട് പോയി. കയ്യിലുണ്ടായിരുന്ന 5 സീറ്റുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. ആ 5 സീറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുവല്ല, റാന്നി, കോന്നി, ആറന്മുള, അടൂർ ഈ 5 സീറ്റുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരിച്ചു പിടിക്കുക എന്നത് വലിയ ടാസ്ക് തന്നെയാണ് LDFന് മുന്നിലുള്ളത്. കൊല്ലം ജില്ലയിൽ ഇരവിപുരം, ചവറ, പത്തനാപുരം, കുന്നത്തൂർ ഈ മണ്ഡലങ്ങളിലാണ് LDFിൻ്റെ കയ്യിലുള്ള ഈ മണ്ഡലങ്ങളിലാണ് UDF ലീഡ് നേടിയിരിക്കുന്നത്. അതിൽ പത്തനാപുരം KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമാണ്. KB ഗണേഷ് കുമാർ മത്സരിച്ചാൽ പത്തനാപുരം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരിയ വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് പത്തനാപുരത്ത് ഉള്ളത്. കുന്നത്തൂർ മണ്ഡലം തർക്കം നിലനിൽക്കുന്നു. എല്ലാ വോട്ടുകളും കണക്കെടുക്കാതെയാണ് മാതൃഭൂമിയും മലയാള മനോരമയും ഈ കണക്ക് തയ്യാറാക്കിയത് എന്ന റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 3 സീറ്റുകളാണ് LDFന് നഷ്ടപ്പെടുന്നത്. നെയ്യാറ്റിങ്കര UDF ആണ് പിടിച്ചെടുക്കുന്നത്. നേമവും വട്ടിയൂർക്കാവും BJPയും പിടിച്ചെടുക്കുന്നു. നേമം നേരത്തെ BJP ജയിച്ച മണ്ഡലമാണ്. അത് പിന്നീട് വി ശിവൻകുട്ടിയിലൂടെ LDF തിരിച്ചു പിടിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ നേമം മണ്ഡലത്തിൽ
BJPക്കാണ് ലീഡ്. അതും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും BJPക്കാണ് ലീഡ്. പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നേരിയ ലീഡ് മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. നെയ്യാറ്റിൻകരയിലും UDFനും സമാനമായ സ്ഥിതി തന്നെയാണ്. ആഞ്ഞു പിടിച്ചാൽ 3 മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. ഇങ്ങനെ ആകെ 41 മണ്ഡലങ്ങൾ LDFിൻ്റെ കയ്യിലുള്ള 41 നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF ലീഡ് നേടിയിരിക്കുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിൻ്റെ ലീഡുള്ള മണ്ഡലമുണ്ട്, വൻ ഭൂരിപക്ഷത്തിൻ്റെ ലീഡുള്ള മണ്ഡലമുണ്ട്. നിലവിലുള്ള MLAമാർ, സിറ്റിംഗ് MLAമാർ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒന്ന് ഒത്തൊരുമിച്ച് രംഗത്ത് ഇറങ്ങിയാൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്നതേയുള്ളൂ ഈ 41 സീറ്റുകൾ എന്നതാണ് കാര്യം. അതോടൊപ്പം തന്നെ നേരിയ വ്യത്യാസം മാത്രമാണ് ഭൂരിപക്ഷത്തിലേക്ക് ഉള്ളത് എന്നുകൂടി ഓർക്കണം. മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും കണക്ക് പ്രകാരം 13-12 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഭൂരിപക്ഷത്തിലേക്ക് ഉള്ളത്. അത് ഈ 40 സീറ്റുകളിൽ നിന്ന് എളുപ്പത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുകൂടി ഓർത്താൽ ഒരു സംശയവും വേണ്ട, മൂന്നാമത്തെ LDF ഭരണം നിശ്ചയമാണ്.